ഫോറസ്റ്റ് ഫയർ ഹസാർഡ് ആൻഡ് സേഫ്റ്റി എന്ന മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്ത്യയിലെ വനങ്ങളുടെ തരങ്ങൾ തിരിച്ചറിയുക, വനങ്ങളിൽ തീയുടെ ആഘാതം മനസ്സിലാക്കുക, കാട്ടുതീ നിർവചിക്കുകയും അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുക, കാട്ടുതീയുടെ തരങ്ങൾ തിരിച്ചറിയുക, കാട്ടുതീ തടയുന്നതിനുള്ള മാർഗങ്ങൾ പട്ടികപ്പെടുത്തുക, കാട്ടുതീക്ക് മുമ്പും സമയത്തും അതിനുശേഷവും പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ പട്ടികപ്പെടുത്തുക, കാട്ടുതീ നിയന്ത്രണ തന്ത്രങ്ങൾ വിശദീകരിക്കുക, ഒപ്പം സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുക. ഇന്ത്യയിലെ വനങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പുരാതന കാലം മുതൽ വനങ്ങൾ സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുകയും മനുഷ്യജീവിതത്തെ പലതരത്തിൽ സമ്പന്നമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം വനവിസ്തൃതി 7,12,249 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ 21.67%. നമ്മുടെ രാജ്യത്തിൻ്റെ ടോട്ടൽ ട്രീ കവർ എന്നത് 2.89%. ഇന്ത്യയിലെ വനങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. റിസർവ്ഡ് അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള വനങ്ങൾ, സ്വകാര്യ വനങ്ങൾ എന്നിങ്ങനെ. കൂടുതൽ അറിയാൻ ഓരോ സ്പോട്ടിലും ക്ലിക്ക് ചെയ്യുക. റിസർവ്ഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള വനം എന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിന്റെയോ സ്റ്റേറ്റ് ഫോറസ്റ്റ് ആക്ടിന്റെയോ വ്യവസ്ഥകൾ പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ്. സംരക്ഷിത വനങ്ങളിൽ ഗവൺമെന്റ് അനുവദിക്കുന്നില്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചിരിക്കുന്നു. സസ്യവളർച്ച ഉള്ളതും എന്നാൽ ഏതെങ്കിലും സർക്കാർ ഉടമസ്ഥതയ്ക്ക് പുറത്തു വരുന്നതുമായ ഭൂപ്രദേശങ്ങളാണ് സ്വകാര്യ വനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത് അടിസ്ഥാനപരമായി ഒരു സ്വകാര്യ ഭൂമിയിൽ നട്ടുവളർത്തുകയോ പരിപാലിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു വനമാണ്. പാരിസ്ഥിതിക സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി വനമോ പുൽമേടുകളോ പോലുള്ള പ്രകൃതിദത്ത ഇടങ്ങളിൽ പടരുന്ന അനിയന്ത്രിത തീയാണ് കാട്ടുതീ എന്നറിയപ്പെടുന്നത്. ഇവ വൈൽഡ് ഫയർ എന്നും വെജിറ്റേഷൻ ഫയർ എന്നും അറിയപ്പെടുന്നു. കൃഷിക്ക് വേണ്ടിയുള്ള നിലം വൃത്തിയാക്കൽ, വനവിഭവങ്ങളുടെ ശേഖരണം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫ്ലാഷ്, സിഗരറ്റ് കുറ്റികൾ അശ്രദ്ധമായി നീക്കം ചെയ്യുക, തീയുടെ അശ്രദ്ധമായ ഉപയോഗം, കൊടും വരൾച്ച എന്നിവ പോലുള്ള മനുഷ്യ പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിൽ കാട്ടുതീക്ക് തുടക്കമിടുന്നത്. മിന്നൽ പോലുള്ള പ്രകൃതിദത്ത കാരണങ്ങളും അപൂർവമായെങ്കിലും കാട്ടുതീക്ക് കാരണമാകാറുണ്ട്. കാട്ടുതീ കത്തുന്നതിന് 3 വ്യവസ്ഥകൾ ആവശ്യമാണ്: ഇന്ധനം, ഓക്സിജൻ, താപത്തിന്റെ സ്രോതസ് എന്നിവ. മരങ്ങൾ, പുല്ലുകൾ, കുറ്റിക്കാടുകൾ, വീടുകൾ എന്നിവ ഉൾപ്പെടെ തീയെ ചുറ്റിപ്പറ്റിയുള്ള ഏതെങ്കിലും ജ്വലിക്കുന്ന വസ്തുവാണ് ഇന്ധനം എന്നറിയപ്പെടുന്നത്. വനത്തിൽ ലഭിക്കുന്ന ഫ്യൂലിന്റെ ലോഡ് എത്ര കൂടുന്നുവോ അത്രയും കാട്ടുതീ ശക്തമായിരിക്കും. ഫയർ ട്രയാങ്കിളിന്റെ 3 അവശ്യ ഘടകങ്ങളിൽ 2 ഘടകങ്ങൾ, അതായത് ഇന്ധനവും ഓക്സിജനും വനത്തിൽ സ്വാഭാവികമായും ലഭ്യമാണ്. മൂന്നാമത്തെ ഘടകമായ ഹീറ്റ് ആണ് കാട്ടുതീക്കുള്ള ശരിയായ കാരണം. പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ കാരണങ്ങളാൽ ചൂട് ഉണ്ടാകാം. ഉണങ്ങിയ ഇലകളിൽ ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങൾ, ക്യാമ്പ് ഫയർ, സിഗരറ്റ് കുറ്റികൾ, മിന്നൽ, ചൂട് കാറ്റ്, ചില സന്ദർഭങ്ങളിൽ സൂര്യൻ പോലും കാട്ടുതീ ആളിക്കത്താൻ ആവശ്യമായ ചൂട് നൽകും. മിക്ക തീപിടുത്തങ്ങൾക്കും തുടക്കമിടുന്നത് മനുഷ്യരാണ്. ഭൂമി വൃത്തിയാക്കലും മറ്റ് കാർഷിക പ്രവർത്തനങ്ങളും, കന്നുകാലി പരിപാലനത്തിലുള്ള പുൽമേടുകളുടെ പരിപാലനം, മരമല്ലാത്ത വന ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കൽ, വ്യാവസായിക വികസനം, പുനരധിവാസം, വേട്ടയാടൽ, അശ്രദ്ധ, തീ കൊളുത്തൽ എന്നിവയും മനുഷ്യപരമായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ചില ആവാസ വ്യവസ്ഥകൾ അവയുടെ ചലനാത്മകത, ജൈവ വൈവിധ്യം, ഉൽപാദനക്ഷമത എന്നിവ നിലനിർത്താൻ പ്രകൃതിദത്ത തീയെ ആശ്രയിക്കുന്നതിനാൽ കാട്ടുതീ പരിസ്ഥിതിയിലും സമ്പദ് വ്യവസ്ഥയിലും സമ്മിശ്ര പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും എല്ലാ വർഷവും കാട്ടുതീ ദശലക്ഷക്കണക്കിന് ഹെക്ടർ വനങ്ങളും മറ്റു സസ്യജാലങ്ങളും നശിപ്പിക്കുന്നു. ഇത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടുകയും വലിയ സാമ്പത്തിക നാശനഷ്ടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കാട്ടുതീയുടെ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ചൂടിന്റെ ഉറവിടത്തെ ആശ്രയിച്ച് കാട്ടുതീയുടെ കാരണങ്ങളെ പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമായി തരംതിരിക്കാം. കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലും ക്ലിക്ക് ചെയ്യുക.
മിന്നൽ പോലുള്ള പ്രകൃതിദത്ത കാരണങ്ങളിൽ നിന്നാണ് പല കാട്ടുതീയും ആരംഭിക്കുന്നത്. ഇത് മരങ്ങൾക്ക് തീപിടിക്കാൻ കാരണമാകുന്നു. എന്നിരുന്നാലും മഴ അത്തരം തീപിടുത്തങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്താതെ കെടുത്തിക്കളയുന്നു. ഉയർന്ന ഊഷ്മാവ്, വരൾച്ച അല്ലെങ്കിൽ ഈർപ്പം കുറഞ്ഞ സാഹചര്യം എന്നിവ തീപിടിക്കാൻ അനുകൂല സാഹചര്യങ്ങൾ നൽകുന്നു. പാരിസ്ഥിതിക കാരണങ്ങൾ പ്രധാനമായും കാലാവസ്ഥാ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താപനില, കാറ്റിന്റെ വേഗതയും ദിശയും, മണ്ണിലെയും അന്തരീക്ഷത്തിന്റെയും ഈർപ്പത്തിന്റെ അളവ്, വരണ്ട കാലത്തിന്റെ ദൈർഘ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സിഗരറ്റ് അല്ലെങ്കിൽ ബീഡി, വൈദ്യുത സ്പാർക്ക് എന്നിവ ഏതെങ്കിലും സോഴ്സുമായി ബന്ധപ്പെടുമ്പോഴാണ് തീ ഉണ്ടാകുന്നത്. മനുഷ്യനുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വനപരിപാലന രീതികളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. മനുഷ്യനുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ മനഃപൂർവ്വമായതോ അല്ലാതെയോ ആകാം. അത്തരം ചില കാരണങ്ങൾ ഇവയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൃഷി മാറ്റിമറിക്കുന്ന രീതി, സിഗരറ്റ് കുറ്റികൾ വലിച്ചെറിയുന്ന വനങ്ങളിൽ അശ്രദ്ധമായി സന്ദർശകർ അബദ്ധത്തിൽ തീ പടർത്തുന്നു, കാർഷിക വയലുകളിലും വന്യമൃഗങ്ങളെ തുരത്താൻ ഗ്രാമീണർ തീയിടുന്നത്, കൂടാതെ വിനോദത്തിനായി വനത്തിന് ചുറ്റും താമസിക്കുന്നവർ മനഃപൂർവ്വം തീ കൊളുത്തുന്നത്. വർദ്ധിച്ചു വരുന്ന മനുഷ്യരുടെയും കന്നുകാലികളുടെയും എണ്ണം കാരണം കാട്ടുതീയുടെ കാരണങ്ങൾ പല മടങ്ങ് വർദ്ധിച്ചു. കന്നുകാലികളെ മേയ്ക്കാനും ഇന്ധനം ശേഖരിക്കാനും തടി ശേഖരിക്കാനും മറ്റ് ചെറുകിട വന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനും ആളുകൾ ഇടയ്ക്കിടെ വനങ്ങളിൽ പ്രവേശിക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന കാട്ടുതീയിൽ 90% മനുഷ്യനിർമ്മിതമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് കാട്ടുതീ മൂലമുണ്ടാകുന്ന ലോസ് ആൻഡ് ഡാമേജിനെ കുറിച്ച് പഠിക്കാം. കാട്ടുതീ എന്നത് ഒരു വന പരിപാലന ഉപകരണമാണ്. ലോകത്തിന്റെ പല വനങ്ങളുടെയും വികസനത്തിലും പരിപാലനത്തിലും ഇതൊരു പ്രധാന സ്വാധീന ഘടകമാണ്. ഓരോ വർഷവും ലോകത്തിന്റെ ദശലക്ഷക്കണക്കിന് ഹെക്ടർ വനങ്ങൾ തീയിൽ നശിപ്പിക്കപ്പെടുന്നു. അതിന്റെ ഫലമായി വലിയ സാമ്പത്തിക നഷ്ടവും സംഭവിക്കുന്നു. ഈ നഷ്ടങ്ങൾക്ക് കാരണം കത്തിയ മരം, ഭൂമിയുടെ ശോഷണം, ഉയർന്ന അഗ്നിശമന ചെലവുകൾ, പരിസ്ഥിതി നാശം, പാർപ്പിട യൂണിറ്റുകളുടെ നഷ്ടം, വസ്തുവകകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെയും ജീവഹാനിയുടെയും നാശനഷ്ടം എന്നിവ മൂലമാണ്. സാധാരണഗതിയിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന കാട്ടുതീ മൂലം വന ആവാസ വ്യവസ്ഥകൾ ഡെവലപ്പ് ചെയ്തുവെങ്കിലും മറ്റ് പല കേടുപാടുകളും ഈ കാട്ടുതീയുടെ പരിണതഫലമായി സംഭവിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള കാട്ടുതീയെക്കുറിച്ച് നമുക്ക് അടുത്തതായി പഠിക്കാം. കാട്ടുതീ പലപ്പോഴും ഒരുപോലെയല്ല. അവയുടെ സ്വഭാവം, വലിപ്പം, വ്യാപിക്കുന്ന വേഗത, പെരുമാറ്റം എന്നിവയനുസരിച്ച് അവ വ്യത്യാസപ്പെട്ടേക്കാം. അവയുടെ സ്വഭാവവും വലിപ്പവും അനുസരിച്ച് കാട്ടുതീയെ 4 തരംതിരിച്ചിരിക്കുന്നു. അവ സർഫസ് ഫയർ, അണ്ടർഗ്രൗണ്ട് ഫയർ, ഗ്രൗണ്ട് ഫയർ, ക്രൗൺ ഫയർ എന്നിവയാണ്. കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലേക്കും പോയിന്റർ വലിച്ചിടുക. സർഫസ് ഫയർ കാടിന്റെ അടിത്തട്ടിൽ അടിക്കാടുകളും ചീഞ്ഞ വസ്തുക്കളും കത്തുന്ന ഏറ്റവും സാധാരണമായ കാട്ടുതീയാണ് സർഫസ് ഫയർ അല്ലെങ്കിൽ ഉപരിതല കാട്ടുതീ എന്നറിയപ്പെടുന്നത്. ഉപരിതല മാലിന്യങ്ങൾ, വനത്തിന്റെ തറയിലെ മറ്റ് അയഞ്ഞ അവശിഷ്ടങ്ങൾ, ചെറിയ സസ്യങ്ങൾ എന്നിവ കത്തുന്ന രീതിയിലുള്ള തീയാണിത്. പൊതുവെ ഇത് കാടിന്റെ വളർച്ചയ്ക്കും പുനരുജ്ജീവനത്തിനും ഹാനികരമാണ്. എന്നാൽ കൂടുതൽ വളർന്നാൽ ഈ തീ നിലത്തെ സസ്യജാലങ്ങളെ കത്തിക്കുക മാത്രമല്ല അടിക്കാടുകളെ അപ്പാടെ വിഴുങ്ങുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അണ്ടർഗ്രൗണ്ട് ഫയർ കാടിന്റെ നിലത്തിലെ ഉപരിതല മാലിന്യത്തിന് താഴെയുള്ള ജൈവവസ്തുക്കൾ ദഹിപ്പിക്കുന്ന തീവ്രത കുറഞ്ഞ തീയാണ് അണ്ടർഗ്രൗണ്ട് ഫയർ എന്നറിയപ്പെടുന്നത്. ഗ്രൗണ്ട് ഫയർ ഇത്തരം തീപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഏറ്റവും കുറഞ്ഞ എന്നാൽ മന്ദഗതിയിൽ ചലിക്കുന്നതുമാണ് ഇത്തരം ഫയറുകൾ. ഇത്തരം തീയെ ചെറുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്രൗൺ ഫയർ
മരങ്ങളുടെ മുകൾ ഭാഗം കത്തിക്കുകയും കാറ്റിൽ അതിവേഗം പടരുകയും ചെയ്യുന്ന ഏറ്റവും പ്രവചനാതീതമായ തീയാണ് ക്രൗൺ ഫയർ എന്നറിയപ്പെടുന്നത്. മിക്ക കേസുകളിലും സർഫസ് ഫയറാണ് ക്രൗൺ ഫയറിന് കാരണമാകുന്നത്. കാട്ടുതീയുടെ ഏറ്റവും അഡ്വാൻസ് വെർഷനാണ് ക്രൗൺ ഫയർ എന്നറിയപ്പെടുന്നത്. ഇത് സാധാരണയായി മരങ്ങളുടെ കുറ്റിച്ചെടികളുടെ മുകളിൽ നിന്ന് താഴേക്ക് നീങ്ങുന്നു. ഇത് ഗ്രൗണ്ട് നിബിഡമായ കോണിഫറസ് വനങ്ങളിൽ ഒരു ക്രൗൺ ഫയർ വേഗതയുള്ള കാറ്റിന്റെ സഹായത്തോടെ സർഫസ് ഫയറിനേക്കാൾ വേഗത്തിൽ വ്യാപിച്ചേക്കാം. ഇത് ഗ്രൗണ്ട് ഫോഴ്സിന്റെ തലയ്ക്ക് മുകളിലായതിനാൽ അവ വീഴുന്നത് വരെ നിയന്ത്രണരഹിതമാണ്. സാധാരണയായി അതിവേഗം നീങ്ങുന്നതിനാൽ അഗ്നിശമന സേനാംഗങ്ങൾക്ക് ഗുരുതരമായ അപകടമുണ്ടാക്കുന്നു. അവർ കുടുങ്ങിപ്പോകുകയും പൊള്ളലേൽക്കുകയും പരിക്കേൽക്കാനും സാധ്യതയുണ്ട്. കാട്ടുതീ തടയാൻ ഈ മാർഗങ്ങൾ പാലിക്കുക. അശ്രദ്ധമായതോ നിയന്ത്രണാതീതമായതോ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രാദേശിക അഗ്നിശമന യൂണിറ്റുമായി ബന്ധപ്പെടുക. ക്യാമ്പ് ഫയർ ഒരിക്കലും അശ്രദ്ധമായി വിടരുത്. ഉറങ്ങുകയോ ക്യാമ്പിംഗ് സൈറ്റിൽ നിന്ന് പുറത്തു പോകുകയോ ചെയ്യുന്നതിന് മുമ്പ് വെള്ളമൊഴിച്ച് ചാരം തണുപ്പിക്കുന്നതുവരെ തീ ഇളക്കി പൂർണ്ണമായും കെടുത്തുക. ക്യാമ്പ് നടത്തുമ്പോൾ വിളക്കുകൾ, സ്റ്റൗകൾ, ഹീറ്ററുകൾ എന്നിവ ഉപയോഗിക്കുമ്പോഴും അവയ്ക്ക് ഇന്ധനം നിറക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഇന്ധനം നിറയ്ക്കുന്നതിന് മുമ്പ് ലൈറ്റിംഗ്, ചൂടാക്കൽ ഉപകരണങ്ങളും മറ്റും തണുത്തതാണെന്ന് ഉറപ്പുവരുത്തുക. കത്തുന്ന ദ്രാവകങ്ങൾ സ്പില്ല് ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപകരണങ്ങളിൽ നിന്ന് ഇന്ധനം അകലെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ നിന്നോ പാർക്ക് ഗ്രൗണ്ടിൽ നിന്നോ സിഗരറ്റ്, തീപ്പെട്ടികൾ, പുകവലി സാമഗ്രികൾ എന്നിവ ഉപേക്ഷിക്കരുത്. സിഗരറ്റ് വലിച്ചെറിയുന്നതിന് മുമ്പ് അത് പൂർണ്ണമായും കെടുത്താൻ ശ്രദ്ധിക്കുക. വീട്ടുവളപ്പിലെ മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പ്രാദേശിക നിർദ്ദേശങ്ങൾ പാലിക്കുക. കാറ്റുള്ള സാഹചര്യത്തിൽ വീട്ടുമുറ്റത്തെ മാലിന്യം കത്തിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. തീ നിയന്ത്രണവിധേയമാക്കാൻ വെള്ളം, അഗ്നിശമന ഉപകരണം, ഒരു കോരിക എന്നിവ സമീപത്ത് സൂക്ഷിക്കുക. മാലിന്യം കത്തിക്കുന്ന സമയത്ത് മുറ്റത്തു നിന്ന് കത്തുന്ന എല്ലാ വസ്തുക്കളും നീക്കം ചെയ്യുക. കാട്ടുതീ ഉണ്ടായാൽ നിങ്ങളുടെയും കുടുംബത്തെയും സ്വത്തുക്കളെയും സംരക്ഷിക്കാൻ എന്ത് ചെയ്യാനാവുമെന്ന് ഇപ്പോൾ ചർച്ച ചെയ്യാം. കാട്ടുതീ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികൾ എളുപ്പം മനസ്സിലാക്കുന്നതിന് 3 തരംതിരിച്ചിട്ടുണ്ട്. അവ: കാട്ടുതീക്ക് മുമ്പുള്ള പ്രവർത്തനങ്ങൾ, ഒരു കാട്ടുതീ സമയത്തുള്ള പ്രവർത്തനങ്ങൾ, കാട്ടുതീക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങൾ എന്നിവയാണ്. കൂടുതൽ അറിയാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക. കാട്ടുതീ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി കുടുംബവുമായി ആശയവിനിമയ പദ്ധതി തയ്യാറാക്കുക. കാട്ടുതീയുടെ സുരക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ വീട് രൂപകൽപ്പന ചെയ്യുകയും ലാൻഡ്സ്കേപ്പ് ചെയ്യുകയും ചെയ്യുക. തീയെ പ്രതിരോധിക്കാൻ കഴിയുന്ന വസ്തുക്കളും സസ്യങ്ങളും തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീടിന്റെ മേൽക്കൂരയിലും വീടിന്റെ ബാഹ്യഘടനയിലും അഗ്നി പ്രതിരോധശേഷിയുള്ള അല്ലെങ്കിൽ ജ്വലിക്കാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുക. അംഗീകൃത ലബോറട്ടറി വിലയിരുത്തിയ അഗ്നിശമന രാസവസ്തുക്കൾ ഉപയോഗിച്ച് മരങ്ങൾ ട്രീറ്റ് ചെയ്യുക. അഗ്നി പ്രതിരോധ ശേഷിയുള്ള കുറ്റിച്ചെടികളും മരങ്ങളും നടുക. ഉദാഹരണത്തിന്, ഹാർഡ്വുഡുകൾ, പൈൻ, യൂക്കാലിപ്റ്റസ് അല്ലെങ്കിൽ ഫിർ മരങ്ങളെ അപേക്ഷിച്ച് തീപിടിക്കുന്നത് കുറവാണ്. മേൽക്കൂരയും ഗട്ടറുകളും പതിവായി വൃത്തിയാക്കുക. വർഷത്തിൽ 2 തവണയെങ്കിലും ചിമ്മിനികൾ പരിശോധിക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും അവ വൃത്തിയാക്കുക. ഡാംപറുകൾ നല്ല പ്രവർത്തനത്തിൽ ക്രമീകരിക്കുക. ഒരു സ്പാർക്ക് അറസ്റ്റർ ഉപയോഗിച്ച് ചിമ്മിനികളും സ്റ്റൗ പൈപ്പുകളും സജ്ജമാക്കുക. പ്രാദേശിക അഗ്നിശമന വകുപ്പിന്റെ ശുപാർശകൾ അനുസരിച്ച് സ്പാർക്ക് അറസ്റ്ററുകൾ സ്ഥാപിക്കുക. 1/8 ഇഞ്ച് മെഷ് സ്ക്രീനുകൾ പൂമുഖങ്ങൾക്കും ഡക്കുകൾക്കും വീടിന് താഴെയും മേൽക്കൂരയിലേക്കും സ്ക്രീൻ തുറക്കുന്ന തരത്തിൽ സ്ഥാപിക്കുക. ഓരോ ലെവലിലും, പ്രത്യേകിച്ച് കിടപ്പൂർമുകൾക്ക് സമീപം, ഡ്യുവൽ സെൻസർ സ്മോക്ക് അലാറങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. പ്രതിമാസം അവ ടെസ്റ്റ് ചെയ്യുകയും വർഷം തോറും ബാറ്ററികൾ മാറ്റുകയും ചെയ്യുക. ABC തരത്തിലുള്ള അഗ്നിശമന ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഓരോ കുടുംബാംഗങ്ങളെയും ബോധവൽക്കരിക്കുകയും അവ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അവരെ കാണിക്കുകയും ചെയ്യുക. തീപിടുത്ത സമയത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ റേക്ക്, കോടാലി, ഹാർഡ്സോ അല്ലെങ്കിൽ ചെയിൻസോ, ബക്കറ്റ്, കോരിക എന്നിവ പോലുള്ള വീട്ടുപകരണങ്ങൾ സുലഭമായി സൂക്ഷിക്കുക. മേൽക്കൂരയിലെത്തുന്ന ഒരു ഗോവണി സൂക്ഷിക്കുക. പ്രൊട്ടക്റ്റീവ് ഷട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യുക.
ഒരു ചെറിയ കുളം, കിണർ, നീന്തൽക്കുളം അല്ലെങ്കിൽ ഹൈഡ്രന്റ് പോലുള്ള മതിയായ ബാഹ്യജല സ്രോതസ് കണ്ടെത്തി പരിപാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ജല ആവശ്യങ്ങൾ ആസൂത്രണം ചെയ്യുക. വീടിന്റെ ഏത് പ്രദേശത്തേക്കും മറ്റ് ഘടനകളിലേക്കും എത്താൻ നീളമുള്ള ഒരു ഗാർഡൻ ഹോസ് ഉപയോഗിക്കുക. ഫ്രീസ് പ്രൂഫ് എക്സ്റ്റീരിയർ വാട്ടർ ഔട്ട്ലെറ്റുകൾ വീടിന്റെ രണ്ടു വശങ്ങളിലും പ്രോപ്പർട്ടിയുടെ മറ്റു ഘടനകൾക്ക് സമീപമായി സ്ഥാപിക്കുന്നത് പരിഗണിക്കുക. കൂടാതെ വീട്ടിൽ നിന്ന് കുറഞ്ഞത് 50 അടി അകലെ അധിക ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുക. വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടാൽ ഒരു പോർട്ടബിൾ ഗ്യാസോലിൻ പവർ പമ്പ് ഉണ്ടാകുന്നത് പരിഗണിക്കുക. കാട്ടുതീ സമയത്ത് ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. കാട്ടുതീ കണ്ടാൽ ഹെൽപ്പ് ലൈനിൽ വിളിക്കുക. കൃത്യമായ ലൊക്കേഷൻ വിശദാംശങ്ങൾ നൽകുക. ചോദ്യങ്ങളുമായി സഹകരിക്കുകയും മറ്റും ചെയ്യുക. അപകട മേഖലയ്ക്ക് പുറത്ത് താത്കാലിക ഭവനങ്ങൾ ക്രമീകരിക്കുക. ഉറപ്പുള്ള ഷൂസ്, നീണ്ട പാൻസ്, നീളൻ കൈയുള്ള ഷർട്ടുകൾ, കയ്യുറകൾ, മുഖം മറയ്ക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയ സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കുക. നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ ഒഴിഞ്ഞുമാറുക. നിങ്ങളുടെ ദുരന്ത നിവാരണ കിറ്റ് എടുത്ത് നിങ്ങളുടെ വീട് സുരക്ഷിതമാക്കുക. നിങ്ങളുടെ ഒഴിപ്പിക്കൽ റൂട്ട് മുൻകൂട്ടി അറിയിക്കുക. തീയുടെയും പുകയുടെയും ചലനത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തുക. നിങ്ങളുടെ പുറപ്പെടലും ലക്ഷ്യസ്ഥാനവും മറ്റാരെങ്കിലും അറിയിക്കുക. റേക്ക്, കോടാലി, ഹാൻഡ്സോ, ബക്കറ്റ്, കോരിക തുടങ്ങി അഗ്നിശമന ഉപകരണങ്ങൾ ശേഖരിക്കുക. ഈവ്സ്, ബേസ്മെന്റുകൾ, ക്ലോസ് അറ്റിക്കുകൾ, ജനലുകൾ, വാതിലുകൾ എന്നിവ അടച്ച് തീപിടിക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുക. ഗ്യാസ്, പ്രൊപ്പേൻ അല്ലെങ്കിൽ ഓയിൽ എന്നിവ ഓഫ് ചെയ്തു വെക്കുക. ഗാർഡൻ ഹോസ് ഔട്ട്ഡോർ വാട്ടർ ഫാസറ്റുമായി ബന്ധിപ്പിച്ച് ഏതെങ്കിലും കുളങ്ങൾ, ഹോട്ട് ടബുകൾ, ഗാർബേജ് ക്യാനുകൾ, ടബുകൾ അല്ലെങ്കിൽ മറ്റ് വലിയ പാത്രങ്ങൾ എന്നിവയിൽ വെള്ളം നിറയ്ക്കുക. മേൽക്കൂരയിലും ഇന്ധന ടാങ്കുകൾക്ക് സമീപവും പുൽത്തകടി സ്പ്രിംഗ്ലറുകളും ഉപയോഗിച്ച് നനയ്ക്കുക. നിങ്ങളുടെ വെള്ളത്തിന്റെ ആവശ്യത്തിനായി ഗ്യാസോലിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പുകൾ ഉണ്ടെങ്കിൽ അവ ഇന്ധനം നിറഞ്ഞതാണെന്നും തയ്യാറാണെന്നും ഉറപ്പുവരുത്തുക. വീടിന് സമീപം കാണാവുന്ന രീതിയിൽ ഒരു ഗോവണി സ്ഥാപിക്കുക. ഏതെങ്കിലും ഓട്ടോമാറ്റിക് ഗ്യാരേജ് ഡോറുകൾ ഉണ്ടെങ്കിൽ അവയുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുക. വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചാലും കൈകൾ കൊണ്ട് തുറക്കാനാവും. എല്ലാ ഗ്യാരേജ് വാതിലുകളും അടച്ചു വെക്കുക. അത്യാവശ്യ രേഖകളും വിലപിടിപ്പുള്ള വസ്തുക്കളും വളർത്തുമൃഗങ്ങളെയും കാറിൽ ഗ്യാരേജിൽ റെഡിയായി സൂക്ഷിക്കുക. തീപിടിക്കുന്ന ഫർണിച്ചറുകൾ ജനാലകളിൽ നിന്നും സ്ലൈഡിംഗ് ഗ്ലാസ് വാതിലുകളിൽ നിന്നും മാറ്റി മുറിയുടെ മധ്യഭാഗത്ത് മാറ്റുക. കനത്ത പുകയിൽ വീടിനെ കൂടുതൽ ദൃശ്യമാക്കാൻ പുറത്തെ ലൈറ്റുകൾ ഓണാക്കി എല്ലാ മുറികളിലും ലൈറ്റ് ഇടുക. ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മുൻകരുതലുകൾ സ്വീകരിച്ച് നിങ്ങളുടെ വീട് സുരക്ഷിതമാക്കുക. നിങ്ങളുടെ മുറ്റത്തു നിന്നും വിറക്, മാലിന്യങ്ങൾ, ബാർബിക്യൂ ഗ്രില്ലുകൾ, ഇന്ധന ക്യാനുകൾ തുടങ്ങി കത്തുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുക. ഒരു ഡ്രാഫ്റ്റ് തടയാൻ എല്ലാ ജനലുകളും, വെന്റുകളും, വാതിലുകളും അടയ്ക്കുക. ഗ്യാസ്, പ്രൊപ്പൈൻ അല്ലെങ്കിൽ ഇന്ധന എണ്ണകൾ എന്നിവ നിർത്തുക. തീയുടെ വേഗത കുറയ്ക്കുന്നതിനോ നിരുത്സാഹപ്പെടുത്തുന്നതിനോ കുളങ്ങൾ, ഹോട്ട് ടബുകൾ അല്ലെങ്കിൽ ട്യൂബുകൾ എന്നിവ പോലുള്ള വലിയ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. നിങ്ങൾ കാട്ടുതീയിൽ അകപ്പെട്ടാൽ ഈ ഘട്ടങ്ങൾ പാലിക്കുക. അതിവേഗം പടരുന്ന കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. പകരം കുളമോ നദിയോ പോലുള്ള ഒരു ജലാശയത്തിനായി നോക്കുക. സമീപത്ത് വെള്ളമില്ലെങ്കിൽ സസ്യജാലങ്ങൾ കുറവുള്ള തെളിഞ്ഞതുമായ ഒരു പ്രദേശം കണ്ടെത്തുക. നിലത്ത് കമിഴ്ന്നു കിടക്കുക. നനഞ്ഞ വസ്ത്രം, പുതപ്പ് അല്ലെങ്കിൽ മണ്ണ് എന്നിവ ഉപയോഗിച്ച് ശരീരം മൂടുക. തീ കടന്നു പോകുന്നത് വരെ താഴ്ന്നു കിടക്കുക. പുക ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ നനഞ്ഞ തുണിയിലൂടെ നിലത്തോട് ഏറ്റവും അടുത്ത നിങ്ങളുടെ ശ്വാസകോശത്തെ സംരക്ഷിക്കുക. കാട്ടുതീക്ക് ശേഷം ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. നിങ്ങളോട് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തുടരുന്നത് സുരക്ഷിതമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയോ ചെയ്താൽ ഒരു പൊതു അഭയ കേന്ദ്രത്തിലേക്ക് മാറുക. പൊള്ളലേറ്റവർ ഉടനടി വൈദ്യസഹായം തേടുകയും കൂടുതൽ ദോഷമോ അണുബാധയോ തടയുന്നതിന് പൊള്ളലേറ്റവരെ സംരക്ഷിക്കുകയും ചെയ്യുക. അഗ്നിയുടെ ഭീഷണി കടന്നുപോയ ശേഷവും മേൽക്കൂരയിലെ തീ, തീപ്പൊരി, തീക്കനൽ എന്നിവ പരിശോധിക്കുകയും കെടുത്തുകയും ചെയ്യുക. മറഞ്ഞിരിക്കുന്ന തീപ്പൊരികൾക്കായി പരിശോധിക്കുക. തീപിടുത്തത്തിന് ശേഷവും മണിക്കൂറുകളോളം പുകയും തീപ്പൊരിയും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രദേശം നിരീക്ഷിക്കുക. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നതുവരെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വീണ്ടും പ്രവേശിക്കരുത്.
ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരിൽ നിന്ന് കളർ കോഡ് ചെയ്ത അടയാളങ്ങൾ മാനിക്കുകയും നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതമായി പ്രവേശിക്കുന്നതിന് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ തേടുകയും ചെയ്യുക. നിങ്ങളുടെ വീട് സുരക്ഷിതമില്ലെന്ന് കരുതുകയാണെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ വസ്തുവിന്റെ മേൽനോട്ടം വഹിക്കാൻ വിശ്വസ്തനായ ഒരാളെ ചുമതലപ്പെടുത്തുക. ഹോട്ട്സ്പോട്ടുകൾ പോലുള്ള അപകടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുമെന്നതിനാൽ പൊള്ളലേറ്റ സ്ഥലങ്ങളിൽ ജാഗ്രത പാലിക്കുക. കേടായ കെട്ടിടത്തിൽ പ്രവേശിക്കുമ്പോൾ ചൂടോ പുകയോ കണ്ടാൽ ഉടൻ തന്നെ ഒഴിഞ്ഞു മാറുക. സേഫുകളോ സ്ട്രോങ് ബോക്സുകളോ തുറക്കുന്നത് ഒഴിവാക്കുക. കേടായ വൈദ്യുത ലൈനുകളും മറ്റും സൂക്ഷിക്കുക. കാട്ടുതീ അപകടകരവും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. കാട്ടുതീ പടരുന്നത് തടയാനും ആളുകളെ പ്രകൃതിയെയും സുരക്ഷിതമായി നിലനിർത്താനും സഹായിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. ഇനി നമുക്ക് ഇവയെക്കുറിച്ച് പഠിക്കാം. കാട്ടുതീ നിയന്ത്രണ തന്ത്രങ്ങളെ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. കൺട്രോൾ ലൈൻ, ബേണിംഗ് ഔട്ട്, ബാക്ക് ബേൺ, ഫ്ലാങ്കിംഗ്, ഹോട്ട് സ്പോട്ടിംഗ്, നോ ഡൗൺ, കോൾ ടെയിലിംഗ്, ഏരിയൽ അറ്റാക്ക്, ഫയർ ലൈൻ എക്സ്പ്ലോസീവ് ആൻഡ് മോപ്പ് അപ്പ്. കൂടുതൽ അറിയാൻ ഓരോ നിയന്ത്രണ തന്ത്രവും ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ലൈൻ കാട്ടുതീ നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണ്. തീയുടെ ദിശയും വ്യാപനവും നിയന്ത്രിക്കാൻ നിയന്ത്രണ ലൈനുകൾ ഉപയോഗിക്കുന്നു. ഈ നിയന്ത്രണ രേഖകൾ പ്രകൃതി നിർമ്മിതമോ മനുഷ്യനിർമ്മിതമോ ആയിരിക്കാം. ഒരു പാറക്കെട്ട് അല്ലെങ്കിൽ നദി പ്രകൃതിദത്ത നിയന്ത്രണ രേഖയായി വർത്തിക്കും. കൂടാതെ അഗ്നിശമന സേനാംഗങ്ങൾ ബുഷസിന്റെ ഒരു ലൈൻ നീക്കം ചെയ്തുകൊണ്ട് മനുഷ്യനിർമ്മിത നിയന്ത്രണ രേഖ സ്ഥാപിക്കാൻ സാധിക്കും. വിവിധ തരത്തിലുള്ള കൺട്രോൾ ലൈനുകൾ ഉണ്ട്. അവ ഫയർ ലൈൻ, ഇവയുടെ ബാരിയർ മിനറൽ സോയിലേക്ക് ചുരുങ്ങുന്നു. സ്ക്രാച്ച് ലൈൻ, ഇത് പ്രാഥമികമായി നിർമ്മിക്കുന്ന ഒന്നാണ്. ഫ്ലേം റിട്ടാർഡന്റ് അല്ലെങ്കിൽ വെള്ളം പ്രയോഗിക്കുന്ന ഒരു വെറ്റ് ലൈൻ. ചിലപ്പോൾ കാട്ടുതീ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മറികടന്നേക്കാം. അതിനർത്ഥം 100% തീ അടഞ്ഞാൽ പോലും വീണ്ടും ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ്. നിയന്ത്രണ ലൈനുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നത് ഭൂമി കുഴിക്കുന്നതിനും ചെടികൾ നീക്കം ചെയ്യുന്നതിനും അപ്പുറം ചില കാര്യങ്ങൾ ആവശ്യമാണ്. നിയന്ത്രണ ലൈനുകൾക്ക് സമീപം ബുഷസ് കത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിയന്ത്രണ ലൈനുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ നിയന്ത്രണ ലൈനുകൾ ശക്തിപ്പെടുത്തുന്നതിനും തീയെ അതിന്റെ നിയുക്ത അതിരുകൾക്കുള്ളിൽ നിലനിർത്തുന്നതിനും ഉപയോഗിക്കുന്ന രീതികളിൽ ഒന്നാണ് ബേൺ ഔട്ട്. ബാക്ക് ബേൺ, ഇവ ബേൺ ഔട്ട് പോലെ തന്നെയാണ്, പക്ഷെ കൂടുതൽ വിപുലമായ സമീപനം ആവശ്യമുള്ളതാണ്. അഗ്നിശമന സേനാംഗങ്ങൾ ഒരു നിയന്ത്രണ ലൈനിനുള്ളിൽ പ്രധാന തീയുടെ താഴേക്ക് നിയന്ത്രിതമായ തീ ഉണ്ടാക്കുന്നു. അത് പുതിയ ജ്വലനത്തെ പ്രധാന തീയിലേക്ക് നയിക്കുന്നു. പുതിയ തീക്കും പ്രധാന തീക്കുമുള്ള ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് കത്തുന്നു. ഫ്ലാങ്കിംഗ്, നേരിട്ടുള്ള രീതി ഉപയോഗിച്ച് അണക്കാൻ കഴിയുന്നത്ര ചെറിയ കാട്ടുതീക്ക് അഗ്നിശമന സേനാംഗങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഫ്ലാങ്കിംഗ്. അഗ്നിശമന സേനാംഗങ്ങൾ സാധാരണയായി തീയെ വലയം ചെയ്യുന്നു. തീ കെടുത്താൻ അതിന്റെ ചുറ്റളവിൽ നീങ്ങി മുഴുവൻ അരികിലും വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തുന്നു. ഹോട്ട് സ്പോട്ടിംഗ്, കാട്ടുതീയുടെ ഏറ്റവും സജീവവും അപകടകരവുമായ വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഹോട്ട് സ്പോട്ടിംഗ് ഉൾപ്പെടുന്നു. നിയന്ത്രണത്തിനായി ഫലപ്രദമായ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിന് അഗ്നിശമന സേനാംഗങ്ങൾ ഈ രീതി വിലയിരുത്തുന്നു. ഇതിൽ റിസോഴ്സുകൾ റീഡയറക്ട് ചെയ്ത് തീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം കണ്ടെത്തി ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഹോട്ട്സ്പോട്ടിൽ നിന്ന് വ്യത്യസ്തമായി തീയുടെ അവസ്ഥ വിലയിരുത്തുന്ന അടിയന്തര നടപടിയാണ് നോക്കിംഗ്. ഒരു ഹോട്ട്സ്പോട്ട് അടിയന്തരമായി അടിച്ചമർത്തുന്നതിന് അഗ്നിശമന സേനാംഗങ്ങൾ തീരുമാനിക്കുമ്പോൾ നോക്ക്ഡൌൺ തന്ത്രം ഉപയോഗിക്കുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ നേരിട്ട് വെള്ളം അല്ലെങ്കിൽ റിട്ടാർഡന്റ് ഉപയോഗിക്കുന്നതിന് അമിതമായ ചൂടുള്ളതോ സജീവമായ ഒരു വലിയ കാട്ടുതീയുള്ള പ്രദേശം അണയ്ക്കുന്നതിന് ശ്രദ്ധിക്കുന്നു. കോൾ ട്രെയിലിംഗ്, ഒരു അഗ്നിശമന പ്രവർത്തന സമയത്ത് ചില അഗ്നിശമന സേനാംഗങ്ങൾ കോൾ ട്രെയിലിംഗിൽ ഏർപ്പെടുന്നു. കോൾ ട്രെയിലിംഗിൽ കാട്ടുതീയുടെ പാതയ്ക്ക് പിന്നിൽ ഭൂമി തിരയുന്നത് ഉൾപ്പെടുന്നു.
വീണ്ടും ജ്വലിക്കുന്നതിന് ആവശ്യമുള്ള എംബോസോ കോൾസോ കാട്ടുതീയുടെ പിറകിൽ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ഉദ്ദേശം. ഏരിയൽ അറ്റാക്ക്. കാര്യമായ തുറന്ന ജലസ്രോതസ്സുകൾ സമീപത്തുണ്ടെങ്കിൽ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും വെള്ളം കോരിയെടുത്ത് തീയുടെ മുകളിൽ കൂടി എറിയാൻ സാധിക്കും. വെള്ളം വീഴുന്നതിന് മുമ്പ് ഒരു ഫാം ഫയർ റിട്ടാർഡുമായി കലർത്താറുണ്ട്. നുരയും പതയുമുള്ള വെള്ളം തീ പടരുന്നത് കൂടുതൽ ഫലപ്രദമായി തടയുന്നു. കൂടാതെ ഇതുവരെ കത്തിച്ചിട്ടില്ലാത്ത ഇന്ധനത്തെ ഇൻസുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫയർ ലൈൻ എക്സ്പ്ലോസീവ്. അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രണ ലൈനുകൾക്കും ഫയർ ലൈനുകൾക്കും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചേക്കാം. ഇടതൂർന്ന ബുഷസും മറ്റും മരങ്ങളും ഇത് തകർക്കുന്നു. നിയന്ത്രണ രേഖ കടന്ന് തീപിടുത്തം ഉണ്ടാകാൻ സഹായിക്കുന്ന വലിയ മരങ്ങൾ വീഴ്ത്താനും ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാം. വലിയതോ വേഗത്തിലുള്ളതായ തീപിടുത്തങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു. തീ നിയന്ത്രണത്തിൽ ഇവ വിലപ്പെട്ട സമയം ലാഭിക്കുന്നു. മോപ്പപ്പ്. അഗ്നിശമന സേനാംഗങ്ങൾ പോസ്റ്റ് കൺട്രോൾ ലൈൻ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് മോപ്പപ്പ്. തീക്കനൽ കെടുത്തുന്നതിനും ലൈൻ ലംഘിക്കുന്ന ഹോട്ട് ഫയറുകളും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ബേൺഔട്ടുകൾ വഴി ദുർബലമായ അല്ലെങ്കിൽ വൾണറബിളായ ഇന്ധനത്തെ ഇത് സംരക്ഷിക്കുന്നു. ഇനി നമുക്ക് സന്നദ്ധ പ്രവർത്തകരുടെ പങ്കിനെ കുറിച്ച് സംസാരിക്കാം. ഇവാക്യുവേഷൻ സമയത്ത് കമ്മ്യൂണിറ്റിയിൽ ഓർഡർ നിലനിർത്താൻ സന്നദ്ധ പ്രവർത്തകർക്ക് സഹായിക്കാൻ കഴിയും. ഫയർ ലൈനുകൾ സൃഷ്ടിക്കാൻ സഹായിക്കാം. വിഭവങ്ങൾ ലോഡ് ചെയ്യുന്നതിലും അവർക്ക് റെസ്ക്യൂ ടീമിനെ സഹായിക്കാൻ സാധിക്കും. മാനുവൽ സപ്പോർട്ട് വഴിയോ സ്ട്രക്ചറിലോ ഇരകളുടെ നീക്കത്തിൽ അവർക്ക് രക്ഷാസംഘത്തെ സഹായിക്കാൻ കഴിയും. അവശ്യ വീട്ടുപകരണങ്ങളുടെ മൂവ്മെന്റിൽ കമ്മ്യൂണിറ്റിയെ സഹായിക്കാൻ അവർക്ക് കഴിയും. ഇതോടെ നമ്മൾ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിലെത്തി. ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. ചരിത്രത്തിലുടനീളവും സാമൂഹ്യവും സാമ്പത്തികവും മതപരവുമായ ആവശ്യങ്ങൾക്കായി വനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ മൊത്തം വനവിസ്തൃതി അതിന്റെ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ 21.67%, ട്രീ കവർ എന്നത് 2.89%. വനവികസനത്തിനും പരിപാലനത്തിനും കാട്ടുതീ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. ഫയർ എക്കോസിസ്റ്റം വ്യത്യസ്തമാണ്. ചിലത് പ്രകൃതിദത്ത തീപിടുത്തങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ആഗോളതലത്തിൽ വൻ സാമ്പത്തിക നഷ്ടവും പരിസ്ഥിതി നാശവും ജീവഹാനിയും കാട്ടുതീ ഉണ്ടാക്കുന്നു. ഇന്ത്യയിലെ വനമേഖലകളെ റിസർവ്ഡ്, പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ അൺക്ലാസിഫൈഡായി തരംതിരിച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവർത്തനങ്ങളും ജനസംഖ്യാ വളർച്ചയും കാട്ടുതീ വർദ്ധിക്കാൻ കാരണമായി. കാട്ടുതീ ജൈവ വൈവിധ്യത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ഘടകങ്ങളാണ് കാട്ടുതീയുടെ പ്രധാന കാരണങ്ങൾ. കാട്ടുതീയെ ചെറുക്കുന്നതിന് ഫലപ്രദമായ പ്രതിരോധവും ബോധവൽക്കരണവും നിയന്ത്രണ തന്ത്രങ്ങളും അത്യാവശ്യമാണ്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. ഇതൊരു ഇവാലുവേഷൻ എക്സാമാണ്. എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ മൂല്യമുള്ളവയാണ്. പരീക്ഷ പാസ്സാകാൻ കുറഞ്ഞത് 60% സ്കോർ വേണം. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകളോ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുക. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുക. മൊഡ്യൂൾ വിജയകരമായി പൂർത്തീകരിക്കുന്നു. നന്ദി.